സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർ അധ്യായം 12 7 മുതൽ 9 വരെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ദൈവകൃപയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം നാം പൗലോസ് അപ്പോസ്തലൻ ആശംസിച്ച ദൈവകൃപ ധ്യാനിക്കുവാനിടയായി. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ദൈവകൃപയാണ് ധ്യാനിക്കുന്നത്. ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാം വിശാലമായി ചിന്തിച്ചുവല്ലോ. ഇവിടെ അദ്ദേഹം അനുഭവിച്ച ദൈവകൃപയെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദൈവകൃപ അദ്ദേഹം എങ്ങനെയാണ് അനുഭവിക്കുവാനിടയായത് എന്നുകൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവിക വെളിപ്പാടുകളാൽ നിറയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ജ്ഞാനം മനുഷ്യനെ ചീർപ്പിക്കും, അഥവാ അഹങ്കാരിയാക്കും, ഗർവിഷ്ഠനാക്കുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സ്വർഗീയ ജ്ഞാനം, ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനം, ദൈവിക വെളിപ്പാട് ഇവയാൽ നിറയപ്പെട്ടവനായ പൗലോസ് അത് നിമിത്തം നിഗളിച്ച് പിശാചിൻ്റെ അടിമയായി തീരാതിരിപ്പാൻ ദൈവം ഒരു ശോധനയായി, ഒരു പ്രലോഭനമായി, ഒരു ശൂലമായി അദ്ദേഹത്തിന് ഒരു പ്രയാസം, ഒരു പരീക്ഷ അനുവദിച്ചിരുന്നു. അത് അദ്ദേഹത്തെ പലപ്പോഴും കുത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സാത്താൻ്റെ ദൂതനാൽ ഉണ്ടായ ആ ഉപദ്രവം നിമിത്തം ആ ശോധന വിട്ടുമാറുവാൻ പൗലോസ് അപ്പോസ്തലൻ 3 പ്രാവശ്യമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. ആ ദൈവത്തിൻ്റെ കൃപ പൗലോസ് അപ്പോസ്തലൻ്റെ മേൽ ദൈവം നിലനിർത്തിയതുകൊണ്ട് അദ്ദേഹം നിഗളിച്ചു പോകാതെ, അഹങ്കരിച്ചു പോകാതെ, ഗർവിഷ്ഠനാകാതെ, താഴ്മയോടെ, വിനയത്തോടെ, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് പ്രയോജനപ്പെട്ടു എന്ന് നാം കാണും. ഈ പൗലോസ് അപ്പോസ്തലനെ പോലെ നാം ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ ഈ ദൈവകൃപ നമുക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള
ബുദ്ധിയോ ജ്ഞാനമോ ശക്തിയോ അധികാരമോ ആൾബലമോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതിനാൽ നമുക്കുണ്ടാകുന്ന ഗർവം, നിഗളം, അഹങ്കാരം തുടങ്ങി പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഇടയാകും. അതെ, ദൈവകൃപയാണ് നമ്മെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും വിടുവിക്കുന്നത്. ആ ദൈവകൃപ അനുഭവിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്തുകൊണ്ട്? ആ ദൈവകൃപ എൻ്റെ മേൽ വന്നതുകൊണ്ട്. ആമേൻ. You